റവയും പാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പലഹാരമാട്ടോ ഇന്നത്തേത്. അതും ഒട്ടും തന്നെ മസാലയൊന്നും വഴറ്റി കഷ്ടപ്പെടാതെ ഇതേപോലെ ആവിക്ക് വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ മിസ് ചെയ്യാതെ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ചൂട് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോ വറുത്ത റവയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഒപ്പം തന്നെ 1 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ കവർ പാലാണ് എടുത്തിരിക്കുന്നത്, തിളപ്പിച്ച പാലൊന്നുമല്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ആക്കി റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ശരിക്കും ഒന്നുകൂടെ അടിച്ചെടുത്തോണ്ട് വരാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു കുറച്ച് നേരം അതവിടെ ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. ഒരു 15-20 മിനിറ്റെങ്കിലും. ആ സമയം കൊണ്ട് ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് കൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ല, എന്നാൽ നല്ല ലൂസ് വരാത്ത പാകത്തിനായിട്ടാണ് ഇരിക്കുന്നത്. 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും റവ ആയതുകൊണ്ട് ഒന്നും കൂടി ഒന്നുകൂടി കട്ടിയായിട്ട് വന്നോളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റേ നോൺ സ്റ്റിക്കിന്റെ പാനിലേക്ക് ഗ്രേറ്റ് ചെയ്ത് 1 കപ്പ് ശർക്കരയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഒന്നുങ്ങ് അലിയിച്ച് ശർക്കര പാനിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി. വെള്ളം ഒരുപാട് കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ടേസ്റ്റിന് വേണ്ടി 1 കപ്പ് തന്നെ തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ മിക്സ് ആക്കി ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്നുങ്ങ് മെൽറ്റായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടിയൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചിരുന്നാൽ മതി. അപ്പം തന്നെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ ശർക്കര മെൽറ്റായിട്ട് വന്നപ്പോൾ ഇതേപോലെ ആയി വന്നതാട്ടോ. നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പാനിൽ നിന്നൊക്കെ ഒന്നിങ്ങ് വിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരും കേട്ടോ. നമ്മൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു കട്ടിപ്പുണ്ടാവും ശർക്കരയ്ക്ക്. ആ സമയമാകുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. കണ്ടോ, ഈ ഒരു പരുവം കറക്റ്റ് ആട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നോളും. കയ്യിലെടുത്ത് ഒന്ന് നോക്കാം, ചെറിയൊരു കട്ടിപ്പ് ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. റവയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയോ അല്ലാന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പല റവയുടെ വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ കുറച്ച് കട്ടി കൂടുതലുണ്ടാവും, ചിലപ്പോൾ കട്ടി കുറച്ച് കുറവുണ്ടാവും. ഈ ഒരു പരുവത്തിൽ ഒന്നാക്കി എടുക്കുക. നല്ല ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ റവയും കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അതൊന്ന് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ ഇതേപോലെ ഇഡ്ഡലി തട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടിയോ നമുക്ക് എടുക്കാം. ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് ആദ്യമേ ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മേളിലേക്ക് റെഡിയാക്കി തണുത്ത് വന്നപ്പോൾ ശർക്കര കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വന്നാ കേട്ടോ. ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെയാക്കി നടുക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഒന്ന് കവർ ചെയ്തും കൂടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാത്തിന്റെ മേളിലേക്ക് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. ഈ സമയമാണെന്നുണ്ടെങ്കിലും വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആവിക്ക് വെക്കാനായിട്ട്. സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ആവിക്ക് വെക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുത്താൽ മാത്രം മതി. അപ്പൊ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ്. എളുപ്പം ഉണ്ടാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. റവയുടെ ആ ഒരു മിക്സ് ഒന്ന് റെഡിയാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലോണം തന്നെ പൊങ്ങി ശരിക്കും റെഡിയായിട്ട് വന്നിട്ടുണ്ട്. എടുത്ത് മാറ്റി അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഉണ്ണിയപ്പച്ചട്ടിയിലാണെന്നുണ്ടെങ്കിലും കുറച്ച് ഓയിൽ പറ്റി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ആവിക്ക് വെച്ച് തന്നെ നമുക്ക് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ ഈ ഉണ്ണിയപ്പച്ചട്ടിക്ക് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് കുറച്ചധികം സമയം വേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാവും. വൈകിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിന് നല്ലൊരു ചൂട് ചായയുടെ കൂടെ ഏറ്റവും ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്വീറ്റ് റെസിപ്പി തന്നെയാണ്. നടുക്ക് ആ ശർക്കരയുടെ ഫില്ലിംഗ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്ക് പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.